ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ആധുനിക ജീവിത രീതിയിൽ അതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചില ഇനി താഴെ ഞാൻ പറയുന്ന ചില രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കും. ഇത്തരം ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹെയർ ലോസ്. ചില സമയത്ത് മുടി വല്ലാതെ കൊഴിയും. ചില സീസണിൽ ജെൻസ് ആണെങ്കിലും ലേഡീസാണെങ്കിലും ചില സീസണിൽ വല്ലാതെ മുടി കൊഴിയും. ജെൻസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മുടി ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ കിടക്കുന്ന ബെഡിലൊക്കെ ഒരുപാട് മുടി കാണാം. ഇതിന് പ്രത്യേക അവസ്ഥ നമ്മുടെ ശരീരത്തിൽ പ്രത്യേക വിറ്റാമിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലക്കെങ്കിലും ഈ ഒരു രൂപയുടെ നാണയത്തിൻ്റെ വട്ടം സൈസിൽ തലയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് മുടി കൊഴിയാറുണ്ട്. ഇതും ഈ ഒരു വിറ്റാമിൻ്റെ ഷോർട്ടേജാണ്. ഈ ഏത് വിറ്റാമിനും താഴെ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും ഈ മസിൽ പെയിൻ ഉണ്ടായിരിക്കാം രാവിലെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ, മുട്ടിൻ്റെ പല ജോയിൻ്റൊക്കെ പല എന്ത് മരുന്ന് കുടിച്ചാലും മാറാത്ത തരത്തിലുള്ള ചില ജോയിൻറ്റ് പെയിൻ വരാറുണ്ട്. അതിനും ഈ വിറ്റാമിൻ്റെ ഷോർട്ടേജാണ്. അതുപോലെ തന്നെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുക, രാവിലെ ഒന്നും ഉഷാറില്ലാതിരിക്കുക, വൈകുന്നേരത്ത് ഉഷാറില്ലാതിരിക്കാം, ഏത് നേരം നമുക്കിങ്ങനെ ഉറക്കം തോന്നുന്ന രീതിയിലേക്ക് ശരീരത്തിന് വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുക. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ചെറിയ മുറിവ് അനുഭവപ്പെട്ടാലും മുറിവ് എന്ത് മരുന്ന് വെച്ച് കഴിഞ്ഞാലും അത് മുറിവ് മാറാതെ നിൽക്കുക, മുറിവ് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തതിൻ്റെ അവസ്ഥ വരിക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പനി, ജലദോഷം, ഒരു പനി വരും, അതുപോലെ ജലദോഷം വരും, അതൊന്ന് മാറും, ഉടനെ തന്നെ അടുത്ത ആഴ്ച വീണ്ടും പനി. അതിൻ്റെ ഒരു 2-3 മാസത്തിൽ തന്നെ 3-4 തവണ പനിയോ ജലദോഷം വരുന്നൊരവസ്ഥ വരിക. അതുപോലെ തന്നെ ചെറിയ വീഴ്ചയിൽ പോലും കയ്യോ കാലോ പൊട്ടുക, അത് നമ്മുടെ ബോണിൻ്റെ എല്ലിൻ്റെ ബലക്ഷയം വരിക. ഇങ്ങനത്തെ അസ്വസ്ഥ അനുഭവപ്പെടുന്നതിന് പ്രധാന കാരണം വിറ്റാമിൻ ഡിയുടെ പോരായ്മ. വിറ്റാമിൻ ഡി വളരെ സിമ്പിളാണ് സത്യത്തിലുള്ളത്. അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് അത് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം ഈ വിറ്റാമിൻ ഡിയുടെ പോരായ്മ കാരണമാണ് മുകളിൽ പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും ശരീരത്തിലെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അസ്വസ്ഥ അനുഭവപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണാം. ഡോക്ടറെ കണ്ടാൽ മാത്രം പോലെ വിറ്റാമിൻ ഡിൻ്റെ ചെക്കിങ് പോലും നടത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് എവിടെ നിന്നാണ് ഈ വിറ്റാമിൻ ഡി കിട്ടുന്നത് നോക്കാം. ഇത് മനുഷ്യശരീരത്തേക്ക് ആവശ്യമായ വിറ്റാമിൻ ഡി നല്ല ഭൂരിപക്ഷം കിട്ടുന്നത് വെയിൽ കൊള്ളുന്നതിൽ നിന്നാണ്. ഇന്ന് ആധുനിക കാലഘട്ടമാണ്. ജനങ്ങളും മിക്ക ആളുകളും വെയിൽ കൊള്ളുന്നില്ല, മിക്ക ആളുകളും ശീതീകരിച്ച വാഹനത്തിലാണ്, അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങുന്നില്ല. ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ കൃത്യമായിട്ട് കൂലിപ്പണി സമയത്ത് വെയിൽ കൊള്ളുന്നുള്ളൂ. അങ്ങനെ ആയാൽ പോരാ, എല്ലാ ആളുകളും നമ്മൾ കൃത്യമായിട്ട് ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി വെയിൽ കൊള്ളേണ്ടതുണ്ട്. ഈ വിറ്റാമിൻ ഡി ഒക്കെ ആവശ്യമായ വെയിൽ കൊള്ളേണ്ടത് രാവിലെ 10 മണിക്ക് മുമ്പുള്ള ഇളം വെയിലോ അല്ലെങ്കിൽ വൈകുന്നേരം 4-4:30 ശേഷമുള്ള വെയിലാണ് കൊള്ളേണ്ടത്. അപ്പോൾ വെയിൽ കൊള്ളുന്നതോടെ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും. അതുപോലെ തന്നെ വലിയ മീനുകൾ, അത് ഫിഷ്, ടൂണ പോലത്തെ വലിയ സൈസ് മീൻ കഴിക്കുന്നതിൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും. അതുപോലത്തെ പാലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസായി കഴിക്കുന്നതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്സ് എന്നൊരു ആധുനിക ഒരു സായിപ്പ് കൊണ്ടുവന്നൊരു ഭക്ഷണ രീതി. ഓട്സ് നിന്ന് കിട്ടുന്നുണ്ട്, സായിപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഷ്റൂംസ്, അതായത് നമ്മളെ കൂൺ വിഭവങ്ങൾ. ഇന്ന് മിക്ക മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും കൂണ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ വലിയ ഹോട്ടലുകളിലൊക്കെ എന്ത് ചെയ്യുക, ഈ കൂൺ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ഭക്ഷണ വിഭവമായി കിട്ടുന്നത്. അപ്പോൾ അതും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ഇതിലും ഷോർട്ടേജ് വരികയാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശത്തോടു കൂടി വിറ്റാമിൻ ഡിയുടെ ഗുളികൾ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഡി കാര്യം സിമ്പിൾ ആണെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് ശരീരത്തിന് നമുക്ക് പ്രയാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മുകളിലുള്ള എന്ത് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടർ നിർദ്ദേശത്തോടു കൂടി മാത്രം മരുന്ന് കഴിക്കുക.